ഹായ് ഫ്രണ്ട്സ്, ഇതെൻ്റെ UN കൺട്രി ലിസ്റ്റിലെ കളക്ഷൻസാണ്. ആദ്യം കണ്ടത് അഫ്ഗാനിസ്ഥാൻ്റെ കോയിനാണ്. രണ്ടാമതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഒരു അൽബേനിയയുടെ കോയിനാണ്. ഇതൊരു ബൈമെറ്റൽ കോയിനാണ്. അൽബേനിയയുടെ എംബ്ലമൊക്കെ ഉണ്ട്. 100 ഡിനോമിനേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഒരു അൾജീരിയയുടെ കോയിനാണ്. ഒരു കുതിരയുടെ ഒരു പടവും. ഇതൊരു ബൈമെറ്റൽ കോയിനാണ്. അതോടൊപ്പം തന്നെ ഇത് 100 ഡിനോമിനേഷനൊപ്പം ഒരു കുതിരയുടെ പടവും ഒരു പനയുടെ പടമൊക്കെ വരുന്നുണ്ട്. അടുത്ത ഒരു അൻഡോറയുടെ €2 കോയിനാണത്. അടുത്തതായി ഒരു അങ്കോളയുടെ ബൈമെറ്റൽ കോയിനാണ്. 10 ഡിനോമിനേഷൻ വരുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ മെസ്സിയുടെ നാടായ അർജൻറ്റീനയിലെ കോയിനാണ്. അതും ഒരു ബൈമെറ്റൽ കോയിനാണ്. വളരെ നല്ലൊരു ഡിസൈനാണ് അതിൻ്റേത്. അടുത്ത ഒരു അർമേനിയയുടെ കോയിനാണ്. അടുത്ത ഒരു ഓസ്ട്രേലിയയുടെ കോയിനാണ്. ഒരു $1 കോയിനാണത്. അതിൽ ഇയർ ഓഫ് ദ ഓൾഡർ പീപ്പിൾ എന്ന് എഴുതിയേക്കുന്നതിന് കാണാൻ സാധിക്കും. അടുത്ത ഒരു ഓസ്ട്രിയയുടെ കോയിനാണ്. 10 ഷില്ലിംഗ് ആണത്. അടുത്ത ഒരു അസർബൈജാൻ്റെ കോയിനാണ്. അതിൽ അസർബൈജാൻ്റെ മാപ്പ് കാണാൻ സാധിക്കും. പിന്നെ അവിടുത്തെ കുറേ ഫാക്ടറീസ് ആണെന്ന് തോന്നുന്നു. വളരെ മനോഹരമായൊരു കോയിൻ. അടുത്തത് ബഹാമാസിൻ്റെ കോയിനാണ്. 2 മീനുകളെ കാണാൻ സാധിക്കും. കോമൺവെൽത്ത് ഓഫ് ബഹാമാസ്. അടുത്തതായി ഒരു ബെഹ്റിൻ്റെ 500 ഫിൽസിൻ്റെ കോയിനാണ്. അതും ഒരു ബൈമെറ്റൽ കോയിനാണ്. അടുത്തതായി ഒരു ബംഗ്ലാദേശിൻ്റെ കോയിനാണ്. 5 ടാക്ക. അടുത്തൊരു ബാർബഡോസിൻ്റെ $1 കോയിനാണ്. അതും ഒരു ദ്വീപസമൂഹമായതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരു മീനുകളെയൊക്കെ കാണാൻ സാധിക്കും. അടുത്തൊരു ബെലാറസിൻ്റെ കോയിനാണ്. അടുത്തൊരു ബെൽജിയത്തിൻ്റെ കോയിനാണ്. ബെൽജിയം കറൻ്റ്ലി ഇപ്പോൾ യൂറോ ആണ് യൂസ് ചെയ്യുന്നതെങ്കിലും ഇതൊരു 5 ഫ്രാങ്ക്സിൻ്റെ ബെൽജിയത്തിലെ പഴയ കോയിനാണ്. അടുത്തൊരു ബെലീസിൻ്റെ കോയിനാണ്. അത് എലിസബത്ത് രാജ്ഞിയുടെ പോർട്രേറ്റ് കാണാൻ സാധിക്കും. $1 കോയിനാണ്. അടുത്തൊരു ഭൂട്ടാൻ്റെ കോയിനാണ്. അതിനകത്ത് ഭൂട്ടാൻ രാജാവിനെയൊക്കെ കാണാം, പഴയ രാജാവിനെ. നേപ്പാളിൻ്റെയും ഭൂട്ടാൻ്റെ കോയിൻ ഒരു പ്രത്യേകതയുള്ള കോയിൻസാണ് ശരിക്കും പറഞ്ഞാൽ. അടുത്തൊരു ബെനിൻ എന്ന ആഫ്രിക്കൻ രാജ്യത്തെ കോയിനാണ്. ഇത് വളരെ റെയറായിട്ടൊരു കോയിനാണ്. ഇത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ശരിക്കും പറഞ്ഞാൽ സർക്കുലേഷനുള്ള കോയിനല്ല, 200 ഫ്രാങ്ക്സിൻ്റെ കോയിനാണ്. അടുത്തൊരു ബൊലീവിയയുടെ കോയിനാണ്. അടുത്ത ബൊലീവിയാനോ എന്ന് എഴുതിയിട്ടുണ്ട്. അടുത്തതായി ഒരു ബോസ്നിയ ആൻഡ് ഹെർസിഗോവിന. അതൊരു വലിയ പേരാണ് ശരിക്കും പറഞ്ഞാൽ. അടുത്ത ഒരു ബോട്സ്വാനയുടെ കോയിനാണ്. 2 സീബ്രയുടെ പടം കാണാം. എനിക്ക് തോന്നുന്നു 5 പുല എന്നാണ് തോന്നുന്നു അതിൻ്റെ പേര്. അതോടൊപ്പം തന്നെ ഒരു പുഴുവിനെയൊക്കെ കാണാം അതിനകത്ത്. അടുത്തൊരു ബ്രസീലിൻ്റെ വളരെ കോമൺ കോയിനാണിത്. ഇതൊരുമാതിരിപ്പെട്ട കളക്ടേഴ്സിൻ്റെ എല്ലാം ഉണ്ട്. 1 റിയൽ എന്നാണ് അതിൻ്റെ ഡിനോമിനേഷൻ വരുന്നത്. അടുത്തൊരു ബ്രൂണയുടെ കോയിനാണ്. ബ്രൂണയുടെ സുൽത്താനെയൊക്കെ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ വളരെ മനോഹരമായ ഡിസൈനാണത്. അടുത്തൊരു ബൾഗേറിയയുടെ കോയിനാണ്. അതൊരു ബൈമെറ്റൽ കോയിനാണ്. 2 AEBE എന്നാണ് എഴുതിയേക്കുന്നതെന്ന് തോന്നുന്നു. അടുത്തൊരു ബുറുണ്ടിയുടെ കോയിനാണ്. 2021-ലെയാണത്. അത് റൈറ്റ് സൈഡിൽ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ബുറുണ്ടി എന്ന് എഴുതിയേക്കുന്നത് കാണാം. അടുത്ത ഒരു കേപ്പ് വേർഡയുടെ കോയിനാണ്. ഇതൊരു വളരെ മനോഹരമായ ഡിസൈനാണ്. നമ്മുടെ 2 പോലെയൊക്കെ ഇരിക്കും. അടുത്തൊരു കംബോഡിയയുടെ കോയിനാണ്. കംബോഡിയൻ ഭാഷയിൽ എഴുതിയേക്കുന്ന കാരണം കരയിട്ട് 500-ൻ്റെ മാത്രം മനസ്സിലാകുന്നുണ്ട്, ബാക്കിയൊന്നും മനസ്സിലാകുന്നില്ല. അടുത്തൊരു ക്യാമറൂണിൻ്റെ കോയിനാണ്. അതിൻ്റെ കണ്ടീഷൻ ലേശം മോശമാണ്. ഒരു ആഫ്രിക്കൻ കൺട്രിയാണ് ക്യാമറൂൺ. 100 ഫ്രാങ്ക്സിൻ്റെ കോയിനാണ്. അടുത്തൊരു കാനഡയുടെ $2 ഇതിലും എലിസബത്ത് രാജ്ഞിയുടെ പടമാണ് വന്നിരിക്കുന്നത്. ഒരു ഹിമക്കരടിയൊക്കെ കാണാൻ സാധിക്കും. സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിൻ്റെ ഒരു കോയിനാണത്. അത് 100 ഫ്രാങ്ക്സിൻ്റെ കോയിനാണ്. അടുത്ത ഒരു ചാഡിൻ്റെ കോയിനാണ്. അതിൻ്റെ കണ്ടീഷൻ ലേശം മോശമാണ്. അടുത്ത ഒരു ചിലിയുടെ കോയിനാണ്. അത് ക്ലിയറായിട്ട് ചിലി എന്ന് എഴുതിയേക്കുന്നത് കാണാൻ സാധിക്കും. ഒരു ബൈമെറ്റൽ കോയിനാണ്. 500 പെസോസിൻ്റെത്. അടുത്തൊരു ചൈനയുടെ കോയിനാണ്. ഒരു പൂവും കോഴിയുടെ പടത്തോടു കൂടിയ ഒരു ബൈമെറ്റൽ കോയിനാണത്. 10 യുവാൻ്റെ കോയിൻ. അടുത്തൊരു കംബോഡിയയുടെ 1000 പെസോസിൻ്റെ കോയിനാണ്. അതൊരു ബൈമെറ്റൽ കോയിനാണ്. അതൊരു കടൽ ആമയുടെ ഒരു ടർട്ടിലിൻ്റെ പടമൊക്കെ ഉണ്ട്. വളരെ മനോഹരമായ ഡിസൈനാണത്. അടുത്തൊരു കോമറോസിൻ്റെ കോയിനാണ്.
കോമറോസിനോട് എഴുതിയേക്കുന്നതിനൊപ്പം റിപ്പബ്ലിക് ഓഫ് ഫ്രാൻസ് എന്ന് എഴുതിയിട്ടുണ്ട് അതിൽ. അടുത്തൊരു കോങ്കോയുടെ കോയിനാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ആ 3 മാൻ വരുന്ന കോയിൻസ് ഗസലിൻ്റെ പടമുള്ളത്. അടുത്തൊരു കൊസ്റ്റാറിക്കയുടെ കോയിനാണ്, 500 കൊളോൺസ്. അതൊരു ബയോമെറ്റൽ കോയിൻ തന്നെയാണ്, വളരെ മനോഹരമായ ഡിസൈനാണത്. അടുത്തൊരു കൊറേഷ്യയുടെ കോയിനാണ്, അതിൽ കരടിയെ കാണാം. 5 കുന എന്നാണ് അതിൻ്റെ ഒരു എഴുത്ത് വന്നിരിക്കുന്നത്. അടുത്തൊരു ക്യൂബയുടെ കോയിനാണ്, ചെഗുവേരയുടെ നാട്ടിലൊരു കോയിൻ. അടുത്തത് നാഷണൽ ഹീറോയുടെ പടമാണ് കൊടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. അടുത്തത് സൈപ്രസിൻ്റെ കോയിനാണ്, അതൊരു കാട്ടാടിൻ്റെ പടവും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ കോയിനാണ്, ചെക്കോസ്ലാവിക്ക പിരിഞ്ഞ് 2 ശേഷം ചെക്കിൻ്റെ ഒരു കോയിനാണത്. റിപ്പബ്ലിക് ചെസ്ക എന്ന് എഴുതിയിട്ടുണ്ട് അതിൽ. അടുത്ത ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയ, അതായത് നോർത്ത് കൊറിയയുടെ ഒരു കോയിനാണത്. അടുത്ത ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ദ കോങ്കോ, സയർ എന്ന് എഴുതിയേക്കുന്നത് കാണാം. അതോടൊപ്പം തന്നെ ഒരു ജാഗ്വാറിൻ്റെ ഒരു പടമെല്ലാം ഉണ്ട് അതിൽ. അടുത്ത ഡെൻമാർക്കിൻ്റെ ഒരു പടമാണ്, മാർഗരറ്റ സെക്കൻഡിൻ്റെ പടം കാണാം. 5 ക്രോണറിൻ്റെ കോയിനാണത്. അടുത്ത ജിബൂട്ടി റിപ്പബ്ലിക്കിൻ്റെ ഒരു കോയിനാണ്, അല്ലാണ്ട് ഒട്ടകത്തിനെ കാണാം. 100 ഫ്രാങ്കിൻ്റെ കോയിനാണത്. അടുത്ത ഡൊമിനിക്കയുടെ 1970 കോയിനാണ്. ഇതൊരു 8 കോയിൻ വരുന്ന സീരീസാണ്, FAOയുടെ കോയിൻസാണ്, $4. വളരെ റെയർ കോയിൻസാണത്. ഇത് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലെ കോയിനാണ്, 10 പെസോസിൻ്റെ കോയിൻ. അതൊരു ബയോമെറ്റൽ കോയിനാണ്. അടുത്തൊരു ഇക്വഡോറിൻ്റെ കോയിനാണ്, ഒരു ബയോമെറ്റൽ കോയിന്. അടുത്തൊരു ഈജിപ്തിൻ്റെ കോയിനാണ്. അതിനകത്ത് ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ പഴയ പിരമിഡുകളുടെയൊക്കെ പോലത്തെ പിക്ചേഴ്സ് കാണാൻ സാധിക്കും. അതൊരു ബയോമെറ്റൽ കോയിനാണ്. അടുത്തൊരു എൽ സാൽവദോറിൻ്റെ കോയിനാണ്, 5 സെൻറ്റാവോസ്. അടുത്തൊരു എറിത്രിയയുടെ ആനയും കുഞ്ഞും നിൽക്കുന്നൊരു പടം, വളരെ നല്ലൊരു കോയിൻസാണ്. ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ ഒരുപാട് ആനയുടെ പടങ്ങൾ വരാറുണ്ട്. അടുത്തൊരു എസ്റ്റോണിയയുടെ കോയിനാണ്. കറൻ്റ്ലി എസ്റ്റോണിയ യൂറോയിലേക്ക് മാറിയിട്ടുണ്ട്. എസ്റ്റോണിയയുടെ ഒരു 3 സിംഹത്തിൻ്റെ പടമുള്ള അവരുടെ കോട്ട് ഓഫ് ആംസിൻ്റെ ഒരു കോയിനാണിത്. അടുത്തൊരു എസ്റ്റവാറ്റിനി എന്നൊരു രാജ്യത്തിലെ കോയിനാണ്. ഇതെല്ലാം UN കൺട്രി ലിസ്റ്റിലുള്ള 195 രാജ്യങ്ങളിലെ കോയിൻസാണ്. അതിനകത്ത് ഒരു കുറച്ചെണ്ണം എൻ്റെ കയ്യിൽ മിസ്സിങ് ഉണ്ട്. ഇത് എത്യോപ്യയുടെ ഒരു കോയിനാണ്, ഒരു സിംഹത്തിൻ്റെ തലയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ലാഷിൻ്റെ പടവും. അടുത്തൊരു ഫിജിയുടെ കോയിനാണ്. ഇതിലും എലിസബത്ത് സെക്കൻഡിൻ്റെ പടമാണ് കൊടുത്തത്, 1990 കോയിൻ. അവിടുത്തെ എന്തോ യൂസ് ചെയ്യുന്ന ഒരു വെപ്പണിൻ്റെ ആണെന്ന് തോന്നുന്നു. അടുത്ത് ഫിൻലാൻഡിലൊരു കോയിനാണ്. ഇതിനകത്ത് പെസൻ്റ് ആണോ അതോ ഒരു പക്ഷിയുടെ പടം കൊടുത്തിട്ടുണ്ട്, 10 മാർക്കിൻ്റെ ഒരു കോയിൻ. അടുത്തൊരു ഫ്രാൻസിൻ്റെ കോയിനാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ബൈമെറ്റലാണോ ട്രൈമെറ്റലാണോ, നടുക്ക് വേറൊരു മെറ്റൽ, സെയിം മെറ്റൽ തന്നെ നടുക്കും വരുന്നുണ്ട്. വളരെ മനോഹരമായ ഡിസൈനാണത്. ഇതിനകത്തും കാണാം ഈ 3 ഗസലല്ല കാട്ടുമാനിൻ്റെ പടമുള്ള ഗ്യാബണിൻ്റെ ഒരു കോയിനാണത്. അടുത്ത ഗാംബിയയുടെ ഒരു കോയിനാണ്. ഇതാണ് നാഷണൽ ഹീറോയുടെ പടമാണ്. അതോടൊപ്പം അതിനൊരു ക്രോക്കോഡൈലിൻ്റെ പടം അതിനകത്തുണ്ട്. ഇതൊരു ജോർജിയയുടെ കോയിനാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കന്നഡയൊക്കെ പോലത്തെ ഒരു എഴുത്താണ് ശരിക്കും പറഞ്ഞേക്കുന്നത്. അവരുടെ കോട്ട് ഓഫ് ആംസിൻ്റെ പടം അതിനകത്ത് കാണാം. ഇതൊരു ജർമ്മനിയുടെ കോയിനാണ്, ഇത് കോമറേറ്റീവ് കോയിനാണ്. വളരെ ഒരു പ്രൂഫ് പോലത്തെ ഒരു നല്ല സൂപ്പർ ഒരു കോയിനാണിത്. അടുത്തൊരു ഘാനയുടെ കോയിനാണ്. ഘാനയുടെ എംബ്ലം കാണാം. അതോടൊപ്പം തന്നെ ഈ ത്ലാഷിൻ്റെ പടവും കാണാം. അതൊരു ബയോമെറ്റൽ കോയിനാണ്. ഇത് ഗ്രീസിൻ്റെ പടമുള്ളൊരു ഗ്രീസിൻ്റെ കോയിനാണ്. 50 ഡ്രഹ്മാസ് എന്ന് തോന്നുന്നു. ഇത് ഗ്വാട്ടിമാലയുടെ 25 സെൻറ്റാവോസിൻ്റെ ഒരു കോയിനാണ്. റിപ്പബ്ലിക് ഡി ഗ്വാട്ടിമാല എന്ന് എഴുതിയിട്ടുണ്ട്, 1995 അടുത്ത ഇത് ഗിനിയയുടെ ഒരു കോയിനാണ്, 25 ഫ്രാങ്ക്സ്. ഒരുപാട് രാജ്യങ്ങൾ ഫ്രാങ്ക്സ് എന്ന് പറഞ്ഞ ഡിനോമിനേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു ഗിനിയ ബിസൗവിൻ്റെ കോയിനാണ്, 20 പെസോസ്. ഇതൊരു ഗുയാനയുടെ കോയിനാണ്. ഇത് ഗുയാനയുടെ എംബ്ലം കാണാം. അതോടൊപ്പം തന്നെ ഗോൾഡ് മൈനിങ് എന്ന് എഴുതിയേക്കുന്ന ഒരു പടം കാണാം. ഗോൾഡ് മൈൻ ചെയ്യുന്നതിൻ്റെ എഴുതിയിട്ടുണ്ട്, ട്രഡീഷൻ ഓഫ് ഗോൾഡ് മൈനിങ്. താങ്ക് യു വെരി മച്ച്.